ക്ലീൻ ആക്കാൻ ആദ്യം നമ്മൾ കുറച്ച് ഫ്ലക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സുഗോണ് T26D എന്നുള്ള സോൾഡറിങ് അയണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 350 ആണ് ഹീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വലിയ വലിയ ലെഡൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പോന്ന് കിട്ടും. ഏകദേശം ഒരു 25% നമുക്ക് പോന്ന് കിട്ടും. പിന്നെ അതിൽ കുറച്ചുള്ളൂ ഗമ്മ് ഉള്ളിൽ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വിക്കിട്ട് വലിക്കുക. നല്ല പ്രഷർ ചെയ്യരുതേ, അപ്പോൾ പ്രിൻ്റുകൾ ഷോർട്ടാവും. എപ്പോഴും സോൾഡറിങ് ആണ് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പ്രഷർ ചെയ്യാതെ വലിക്കുക. അപ്പോൾ ആ ഗമ്മും പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കി വരുന്ന ഗമ്മും അതിൽ പോകും. പലരും പല മെത്തേഡിലാണ് ചെയ്യുക. ഇതിൻ്റെതായ മെത്തേഡിലാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്ക് ഏതാണ് സേഫ്റ്റി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടുത്തുള്ള കമ്പോണൻറ്റിന് അത് തട്ടിയിട്ട് പോകരുത്. പോകാൻ ചാൻസ് കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം. ബോർഡ് ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ബോർഡ് ഒരു 80% ക്ലീൻ ആയിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ഉള്ളത് നമുക്ക് സൈഡിൽ കുറച്ച് ഗമ്മും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം സോൾഡറിങ് ആണ് വെച്ചിട്ട് ആ ഗമ്മൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രഷർ ചെയ്യരുത്, പ്രഷർ ചെയ്താൽ കമ്പോണൻറ്റ് പോവും. എന്നിട്ട് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്നുകൂടി വൈപ്പ് ചെയ്ത് കൊടുക്കുക. ബോർഡ് പക്കയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ചില ഭാഗത്തുള്ളത് നമ്മൾ നൈഫും കൊണ്ട് നിന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ ഗമ്മ് ക്ലീൻ ആക്കുമ്പോൾ എനിക്ക് പറ്റിയ ഫാൾട്ടാണിത്. ഈ ബോർഡിൽ സ്ക്രാച്ച് ആയിക്കണം. അങ്ങനെ സ്ക്രാച്ച് ആവാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് പറ്റിയൊരു ഫാൾട്ടാണ്. പിന്നെ ഇതുപോലുള്ള ബ്ലാക്ക് ഡോട്ടുകൾ ഉണ്ടാവും. അത് ജസ്റ്റ് നമ്മൾ നൈഫും കൊണ്ട് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചൊക്കെ ഉള്ളിച്ചാൽ അത് ഈ നൈഫും കൊണ്ടൊന്ന് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല.